യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് റഷ്യ. US റഷ്യയുമായി സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ചയിലാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത റഷ്യ അറിയിച്ചത്. 4.5 മണിക്കൂർ നീണ്ട ചർച്ച വിജയമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായെന്നും റഷ്യ പ്രതികരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു സമാധാന ചർച്ച സൗദിയിൽ നടന്നത്. 3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഇതോടെ ഒരു അറുതി വന്നേക്കും. ഇപ്പോൾ ഏകപക്ഷീയമായി റഷ്യയോട് US നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. റിയാദിലെ ദിരിയ കൊട്ടാരത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫറാൻ അൽ സൗദിന്റെയും ദേശീയ സുരക്ഷാ ഉപദേശകൻ മുസാദ് ബിൻ മുഹമ്മദ് അൽ ഐബാന്റെയും മധ്യസ്ഥതയിലായിരുന്നു കൂടിക്കാഴ്ച. ട്രംപിന്റെ പ്രതിനിധികളായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് എന്നിവർ പങ്കെടുത്തു. റഷ്യയുടെ ഭാഗത്തുനിന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശ നയതന്ത്ര ഉപദേശകൻ യൂറി ഉഷാക്കോവ്, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. യോഗത്തിൽ ഉക്രൈൻ പ്രതിനിധികൾ പങ്കെടുത്തില്ല. ഉക്രൈൻ പങ്കെടുക്കാത്ത ചർച്ചകളിലെ ഒരു തീരുമാനവും രാജ്യം അംഗീകരിക്കില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധത്തെപ്പറ്റിയുള്ള ട്രംപിന്റെ വീക്ഷണങ്ങളെ യോഗത്തിൽ സെർജി ലാവ്റോവ് പ്രശംസിച്ചു. ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുക എന്നതും യോഗത്തിന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്ന് യൂറി ഉഷാക്കോവ് വ്യക്തമാക്കി. നാളെ സെലൻസ്കി റിയാദിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം സൗദിയിലെത്തുന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അറിയിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.